ഹായ് ഫ്രണ്ട്സ്, ഇന്നോവേഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ 2019 സിലബസിൽ എക്സാമിൽ 2019 നടന്ന എക്സാമിൻ്റെ സിലബസ് ബേസിൽ 6 ടോപ്പിക്സ് ആണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2019 നടന്ന എക്സാമിന് 2019 നമുക്കൊരു ക്ലിയർ കട്ടായിട്ട് ഒരു സിലബസ് കിട്ടിയത്. 2019 നടന്ന എക്സാമിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതേപോലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 9 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20, അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 20, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്ന് 20. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ചോദിച്ചത്. ഓക്കെ, 2019 സിലബസ് വന്നിരുന്നപ്പോൾ അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരുന്നില്ല. ഇത്തവണത്തെ സിലബസ് വരുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിക്സ് ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും, പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സിലബസും അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് തെർമോഡൈനാമിക്സ് ആണ്. പിന്നെ അതിനുശേഷം എനർജി കൺവേർഷൻ ഡിവൈസസ്. അപ്പോൾ അതിൽ വരുന്നതാണ് IC എഞ്ചിൻ, ടർബോ മെഷീൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇത്രയും കാര്യങ്ങളാണ് എനർജി കൺവേർഷൻ ഡിവൈസസിൽ ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ആ ടോപ്പിക്കിൽ. ഓട്ടോമൊബൈലിലെ ഡിഫറെൻറ്റ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിനെ കുറിച്ച് നമ്മൾ നോക്കണം. ദെൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്, ദെൻ മെഷീൻ ടൂൾസ്, ലാസ്റ്റ് വൺ എമിഷൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് നമ്മൾ ഇന്നോവേഷനിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ഏതൊക്കെ അതിലെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഏകദേശം തെർമോഡൈനാമിക്സിൽ ഏകദേശം ഒരു 6 ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് തെർമോഡൈനാമിക്സ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന പാർട്ടാണ് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ്, അതിനുശേഷം ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ ലാസ്റ്റ് വൺ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ ഈ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സിലാണ് നമ്മൾ ആക്ച്വലി എന്താണ് തെർമോഡൈനാമിക്സ്, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, എന്താണ് ബൗണ്ടറി, എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ടെർമിനോളജീസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് കഴിയുന്നതോടുകൂടി നമുക്ക് തെർമോഡൈനാമിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെർമിനോളജീസ്, അതിൻ്റെ മീനിങ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് വ്യക്തമാകും. ഓക്കെ, അതിനുശേഷം നമുക്കുള്ളത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ്, ലോയുടെ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ദെൻ പിന്നെ നമ്മൾ പറയുന്നത് ഈ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽസ്. ഇപ്പോൾ ഇത് ചില 0th ലോ ആണെങ്കിൽ അത് ടെമ്പറേച്ചർ മെഷർമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ലോ ആണെങ്കിൽ ഇന്റേണൽ എനർജി എന്താൽപ്പി ഇതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ്. സെക്കൻഡ് ലോയിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ സെക്കൻഡ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലോസ്, അപ്ലിക്കേഷൻസ്, ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂമറിക്കൽസ് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് നമ്മൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഓക്കെ, ഏകദേശം 7 തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഏകദേശം 5ഓളം റിവേഴ്സിബിൾ ഐഡിയൽ പ്രോസസ്സുകളും 3 പ്രാക്ടിക്കൽ പ്രോസസ്സുകളും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2-3 പ്രാക്ടിക്കൽ പ്രോസസ്സുകളും ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സുകളുടെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് വരാമെന്ന മാക്സിമം MCQ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുകൊണ്ടാണ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എനർജി കൺവേർഷൻ ഡിവൈസിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കുള്ളത് IC എഞ്ചിൻസ് ആണ്. ഓക്കെ, IC എഞ്ചിൻ കമ്പോണൻസിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, കമ്പോണൻസിനെ കുറിച്ച് എന്തൊക്കെ കമ്പോണൻ്റ് ഉള്ളത്, അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ IC എഞ്ചിൻ കമ്പോണൻസിൽ വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും വർക്കിംഗ് ആൻഡ് കമ്പാരിസൺ ആണ്. ഓക്കെ,
അപ്പോൾ പെട്രോൾ SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ പെട്രോൾ എഞ്ചിനാണ്. CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഡിഫറൻസുകൾ, അതേപോലെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ഫ്യൂവൽ സിസ്റ്റം, ഓക്കെ, ഫ്യൂവൽ സിസ്റ്റം, എയർ സിസ്റ്റം, ഓക്കെ, അതിൽ ഡിഫറെൻറ്റ് സിസ്റ്റംസ് തമ്മിലുള്ള കമ്പാരിസൺസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് ഓഫ് SI ആൻഡ് CI എഞ്ചിനുള്ളത്. പിന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ഉണ്ട്, അതായത് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും. അതിൻ്റെ വർക്കിങ്ങിലുള്ള ഡിഫറൻസ്, കമ്പോണൻസിലുള്ള ഡിഫറൻസ്, അതിൻ്റെ കമ്പാരിസൺ, ഇതാണ് നമ്മൾ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ടർബോ മെഷീൻസിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോളിക് ടർബൈൻസ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ പെൽറ്റൺ വീല്, കെപ്ലാന്, ഫ്രാൻസിസ്, മോഡേൺ ഫ്രാൻസിസ്, അതേപോലെ പ്രൊപ്പല്ലർ ടർബൈൻ, ഇതിൻ്റെയൊക്കെ വർക്കിംഗ്, കമ്പോണൻസ്, കമ്പാരിസൺ, സെലക്ഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയുള്ള ടർബോ മെഷീൻസ് ആണ് സ്റ്റീം ടർബൈൻസ്. അത് സ്റ്റീം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് സ്റ്റീം ടർബൈൻസ്. ഓക്കെ, പാർസൺസ് ടർബൈൻ അതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ വരുന്ന കർട്ടിസ് ടർബൈൻ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതേപോലെ സെയിം ഹൈഡ്രോളിക് ടർബൈൻസിനെ പോലെ തന്നെ സ്റ്റീം ടർബൈൻസിൻ്റെയും കമ്പോണൻസ്, വർക്കിംഗ്, കമ്പാരിസൺ, അതിൻ്റെ അതേപോലെ സെലക്ഷൻ, ഏത് ഫീൽഡിലാണ്, ഏത് അപ്ലിക്കേഷൻ ഫീൽഡിലാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടർബൈൻ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റീം ടർബൈനകത്ത് നോക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് സ്റ്റീം ടർബൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം പവർ പ്ലാന്റിലാണ് നമ്മൾ സ്റ്റീം ടർബൈൻസ് യൂസ് ചെയ്യാം. അവിടെ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോയിലേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ബോയിലേഴ്സിനെ കുറിച്ച് കൂടെ പഠിക്കണം. ബോയിലേഴ്സിൻ്റെ കമ്പോണൻസ് എന്താണ്, ഓക്കെ, ഓരോ കമ്പോണൻസിൻ്റെയും ഫങ്ഷൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ ബോയിലർ തന്നെ പ്രഷർ ഗേജ് ഉണ്ടാവും, അവിടെ സേഫ്റ്റി വാൽവുകൾ ഉണ്ടാവും, ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഓരോരോ കമ്പോണൻസുകളുണ്ട് ഈ ബോയിലറിൽ. അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ബോയിലറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പല പല കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ബോയിലറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ. 2 ടൈപ്പ് ബോയിലറാണ് ഉള്ളത്, ഫയർ ടു ബോയിലറും വാട്ടർ ടു ബോയിലറും. ഓക്കെ, അത് ഓരോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടി നമ്മൾ അവിടെ നോക്കുന്നു. അതിനുശേഷം വരുന്ന മറ്റൊരു ടർബോ മെഷീനാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നമ്മൾ അതിൻ്റെ വർക്കിംഗ്, ഇതേപോലെ തന്നെ കമ്പോണൻസ്, ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നോക്കുന്നത്. അതിനുശേഷം വരുന്ന മറ്റ് ടർബോ മെഷീൻസ് ആണ് ഫാൻ ആൻഡ് കംപ്രസേഴ്സ്. ഓക്കെ, ഇവിടെയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കുക. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതേപോലെ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിനുശേഷം നമുക്കുള്ള ഒരു പാർട്ടാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് റെഫ്രിജറേഷൻ സൈക്കിൾസ് എന്തൊക്കെയാണ്, ഓക്കെ, അത് നമ്മൾ നോക്കും. ഡിഫറെൻറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്കറിയാം, അത് വെച്ച് നമ്മൾ ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ വർക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. ഇനി എയർ കണ്ടീഷനിങ്ങിൻ്റെ ബേസ് ആയിട്ട് വരുന്നതാണ് സൈക്കോമെട്രി, പ്രോപ്പർട്ടീസ് ഓഫ് എയർ. ഓക്കെ, എയർ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെക്കുറിച്ചും കൂടെ സ്റ്റഡി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഓട്ടോമൊബൈലിലെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എഞ്ചിനാണ്. ഓക്കെ, പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ്. എഞ്ചിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എഞ്ചിനിൽ നിന്നുള്ള പവർ എങ്ങനെയാണ് വീലിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട്, എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്, ഫ്ലൈ വീല്, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അങ്ങനെ ഡിഫറൻഷ്യൽ വഴിയാണ് നമ്മുടെ ഈ വീലിലേക്ക് പവർ എത്തുന്നത്. അപ്പോൾ അങ്ങനെ പവർ എത്തുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എഞ്ചിൻ ടു വീൽ വരെ പവർ എത്തുന്നതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കമ്പോണൻസ്, അതിൻ്റെ ലേ ഔട്ട്, വർക്കിംഗ്, ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഇൻ ഓട്ടോമൊബൈൽസ് എന്നുള്ള കേസിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമുള്ള നമ്മുടെ ഒരു മെയിൻ ടോപ്പിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, ഫെറസ് മെറ്റീരിയൽ, നോൺ ഫെറസ് മെറ്റീരിയൽ, സെറാമിക്സ്, അലോയിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കോമ്പറ്റീഷൻ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള കോമ്പിനേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്നാണ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അതിൽ ടഫ്നെസ്, മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, അപ്പോൾ ഇങ്ങനെ കുറേയധികം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ മീനിങ് എന്താണ്, ഏത് മെറ്റീരിയൽസിനാണ് ഈ പ്രോപ്പർട്ടീസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസിൽ നോക്കുന്നത്. ദെൻ മറ്റൊരു കേസാണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില മെറ്റീരിയലിന് കൊറോഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ചിലപ്പോൾ അലോയിങ് എലമെൻറ്റ്സ് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ എലമെൻറ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലോയി എലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ ഡിസ്കസ് ചെയ്യുന്നത്.
അതിനുശേഷമാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ചാണ്. കാസ്റ്റിംഗ്, ഒരു ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കാസ്റ്റിംഗ് പ്രോസസ്സ്, പിന്നെ ഷേപ്പിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംബിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർജിങ് പ്രോസസ്സ്, വെൽഡിങ് പോലെയുള്ള സോൾഡറിങ്, വെൽഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ ജോയിനിങ് പ്രോസസ്സ്, ദെൻ റോളിംഗ് പ്രോസസ്സ്, മെഷീനിങ് പ്രോസസ്സ്, മെറ്റൽ റിമൂവിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഈ ബേസിക്സ് ആയിട്ടുള്ള കമ്പോണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷമുള്ള ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് മെഷീൻ ടൂൾസ്. ഈ മെഷീൻ ടൂൾസിൽ നമ്മൾ പറയുന്നത് ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെഷീൻസ് ആണ്. ലെയ്ത്ത്, ഷേപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, മില്ലിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് എന്തൊക്കെ അറിയണം? ഈ മെഷീൻ്റെ ഒക്കെ വർക്കിംഗ് അറിയണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആൻഡ് ഫങ്ഷൻസ്, ഓരോ കമ്പോണൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റും അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ ഏതൊക്കെ മെഷീനിങ് ഓപ്പറേഷൻസ് നമുക്ക് ഓരോ മെഷീൻസിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നോവേഷൻ്റെ ലേണിംഗ് ആപ്പ് വഴിയാണ്. ഓക്കെ, ഇപ്പോൾ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഓരോരോ ഫോൾഡറായിട്ട് ഇത് ടോപ്പിക്സ് വൈസ് ക്ലാസ്, നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരും. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് ശേഷം ഓരോ ടോപ്പിക്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും, MCQ ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ എക്സാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതായത് ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ആ ക്വസ്റ്റ്യൻസ്, ആ എക്സാമിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.